ഹലോ കൂട്ടുകാരെ, നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നരടക്കം ഇപ്പോൾ വീഡിയോസ് വരുന്നുള്ളൂ കേട്ടോ. വേറെ വീഡിയോസ് ഇതിപ്പോൾ സ്കൂൾ തുറന്നു, തിങ്കളാഴ്ചത്തെ വീഡിയോ കേട്ടോ. 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. അന്നേരം എന്നത്തെയും പോലെ ഡ്യൂട്ടി ഇന്ന് നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ പൊന്നുകുട്ടി മാറ്റുണ്ട്, ഞാനിത് ചോറൂറ്റാണ് കേട്ടോ. ഇപ്പോൾ ചോറ് കൊണ്ടുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ചോറ് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നേരത്തെ ചോറാകും, അത് വേറൊരു കാര്യം. അല്ല, ചോറ് ഊറ്റുകയാണ്. ഇത് മുട്ടീന് മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഊറ്റുന്നത്. അന്നേരം ചോറ് ഊറ്റൽ എല്ലായിടത്തും ഇങ്ങനെ കോരിയിലൊക്കെ കോരി ഊറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിലേക്കല്ല ഇങ്ങനെയാണ് കേട്ടോ, കഞ്ഞിക്കാലത്തിലേക്ക് ഇങ്ങനെയാണ് ഊറ്റുക. ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ ചോറ് ഊറ്റാൻ. ഒരു നിമിഷം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളും. അതിൻ്റെ ആവി തട്ടിയാലും വേഗം കൈ പൊള്ളും കേട്ടോ. എന്നാലും ചെയ്തിപ്പോൾ ശീലമായി. കുറേ ദിവസം 10 ദിവസം എന്ന് പറഞ്ഞാൽ ടപ്പേന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. വേഗം പോയിട്ടോ. അന്നേരം ഇപ്പോൾ രാവിലെ പൊന്നിനും ചോറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറുപ്പേരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. സാമ്പാറുണ്ട് കേട്ടോ. സാമ്പാർ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മളെ സാമ്പാറിൻ്റെ വീഡിയോസൊക്കെ കുറേ അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ സാമ്പാറിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് എന്നും വെക്കാറ്. അതുപോലെ തന്നെ ഇന്ന് സാമ്പാറുണ്ട്. ചപ്പാത്തിയായിരുന്നു രാവിലെ കടിയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. കുട്ടികൾ പോകുന്ന തിരക്കായതുകൊണ്ട് കുറേ ദിവസം കൂടിയിട്ടല്ലേ. അന്നേരം രാവിലെ നേരത്തെ എണീക്കാതെ രാവിലെ നേരത്തെ എണീക്കാനും പെട്ടെന്ന് പറ്റില്ല. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം രാവിലെ എണീക്കാനുള്ള മടി കാരണം അങ്ങനെ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീക്കണം, 5 മണിക്ക് എണീക്കണം എന്നൊക്കെ പറഞ്ഞ് കിടന്നു. പക്ഷേ 5 മണിക്ക് എണീക്കൽ നടന്നിട്ടില്ല കേട്ടോ. 5 മണിക്കൊക്കെ ശേഷമാണ് എണീറ്റത്. 6 മണിയൊക്കെ ആകാനായി എണീക്കുമ്പോൾ. ഇനിയിപ്പോൾ അങ്ങനെ എണീറ്റൊന്ന് ശീലമായി കിട്ടണം, അതുവരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ വീട് പണി തുടങ്ങുകയാണ് ചൊവ്വാഴ്ച. അന്നേരം അവിടെ ഇപ്പോൾ അച്ഛനാണ് കേട്ടോ പോണേ. വീട് സ്ഥലത്തിൻ്റെ അവിടെ നമ്മൾ കുറ്റി അടിച്ചതൊക്കെ പോയിട്ടുണ്ട്. അന്നേരം അവിടെ കയറൊക്കെ ഒന്ന് വലിച്ച് കെട്ടണം. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള കുറ്റിയും കാര്യങ്ങളൊക്കെ മൂപ്പരുണ്ടാക്കുന്നുണ്ട് അവിടെ. അതായത് പൊന്നുകുട്ടിക്ക് ഉപ്പേരിയൊക്കെ ആക്കി, പയറുപ്പേരിയും അച്ചാറും കൂടിയാണ് അവൾ കൊണ്ടുപോയത്. അങ്ങനെ അവളെ പോക്ക് കഴിഞ്ഞു. ചക്കര പോയിട്ടില്ല. അലക്കാൻ കുറേ ഉണ്ട്. പൊന്നൂസിൻ്റെ 3 ദിവസത്തെ ക്യാമ്പിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ. അവിടെ കുറേ ഉണ്ട് അലക്കാൻ തന്നെ. അന്നേരം ഞാൻ ഇത് അലക്കാൻ വേണ്ടി പോവാണ്. അലക്കാൻ വേണ്ടി പോയ തക്കത്തിനാണ് പൊന്നൂസിൻ്റെ ചക്കരേൻ്റെ വണ്ടി വന്നു. പിന്നെ ചക്കര നേരെ എൻ്റെ അലക്ക് കഴിയുന്നതിന് മുന്നേ ചക്കര പോയിട്ടു. പിന്നെ കുഞ്ഞാപ്പൂനെ അവിടെ അടുത്ത് നിർത്തിയിട്ടാണ് ഞാൻ അലക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഓളിട്ടിട്ട് എപ്പോഴും എനിക്ക് പേടിയാണ്. താഴേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഓളൊറ്റയ്ക്ക് അവിടെ ആക്കാൻ പേടിയാണ്. ആരെങ്കിലും മുകളിൽ നിന്ന് ഇറങ്ങി വന്നാലൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൂട്ടോ. ഇവിടെ പള്ളിയിൽ നബിദിനാകുന്നത് വരെ ഇങ്ങനെ പള്ളിയിൽ പരിപാടി ഉണ്ടാവും. അന്നേരം അതിൻ്റേതാണ്. ഇവിടുത്തെ പള്ളിയിലത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ തോന്നിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് അറിയില്ല. അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒച്ച കേൾക്കാട്ടോ. എന്നും വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവും. അന്നേരം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നേരെ പുഴയിൽ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരെ വെള്ളം കുറഞ്ഞുകൊണ്ട് തന്നെ മുകളിൽ കല്ല് താഴേക്ക് ഇട്ടിട്ടില്ല. മുകളിലാണ് കല്ല് കിടക്കണം. ഇനി പുഴയിലേക്ക് താഴെ കല്ലെടുത്ത് ഇടണം. നേരെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാൻ, നമ്മൾ 15K സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എല്ലാവരോടും. നമുക്ക് 15K ആക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ഉണ്ടാവണം. ഇതിനേക്കാളും കൂടുതലായിട്ട് തന്നെ ഉണ്ടാവണം കേട്ടോ. നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങുകയാണ്. കയ്യിൽ തുച്ഛമായ പൈസ വെച്ചിട്ടാണ് കേട്ടോ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നോട്ട് പോകുമ്പം എന്തൊക്കെ ആയിത്തീരുന്നൊന്നും അറിയില്ല. ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നിരിക്കും. അന്നേരത്ത് വൈകുന്നേരം അമൃതം പൊടിയും പഴവും വെച്ചിട്ട് ഒരു ചെറിയ സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അന്നേരം പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അമൃതം പൊടിയിൽ ലേശം ഉപ്പിട്ട് ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം പഴം പുഴുങ്ങിയത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അമൃതം പൊടിയിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. പുറം ഭാഗം നല്ല മുരുമുരാന്നുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നമ്മളെ ബീഫൊക്കെ വറുത്ത ഒരു പ്രതീതി ഉണ്ട് കേട്ടോ. കുട്ടികൾ വന്നപാട് വയ്ക്കുന്നുണ്ട്. ഇതായിരുന്നു നമ്മൾ സാധനമൊന്ന് വന്നപാട് കുറേ ദിവസമായില്ലേ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കില്ല. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അത്ര ആവശ്യം വരുന്നില്ല, ചെറിയ രീതിയിലെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ അമൃതം പൊടി അതുകൊണ്ട് വേഗം നനഞ്ഞു കിട്ടും. ഹെൽത്തിയാണ്. എണ്ണയിൽ വറക്കുന്നുണ്ട് എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അമൃതം പൊടിയും പഴമൊക്കെ ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അമൃതം പൊടി കഴിക്കുകയുള്ളൂ, അല്ലാണ്ട് ഇവിടെ അമൃതം പൊടി കഴിക്കില്ല കേട്ടോ. അതിങ്ങനെ നുള്ളി ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നുള്ളി ഇട്ടിട്ട് നമ്മളെ പക്കോടയൊക്കെ പോലെ തന്നെ വറുത്തെടുക്കുക കേട്ടോ. മധുരത്തിൻ്റെ ആവശ്യമില്ല. പഴത്തിനും മധുരമുണ്ട്, അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ വെല്ലോ പഞ്ചസാര ഒന്നും ചേർത്തണില്ല. ഞാൻ കുറച്ചായിട്ട് വറക്കണം. ഓയിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മക്കൾ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. കുഞ്ഞാപ്പും 3-4 കഴിച്ചു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അമൃതം പൊടിൻ്റെ ഒരു ഫുഡ് അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇതിങ്ങനെ വറുത്ത് കോരി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് ബീഫിൻ്റെ അതേ കണ്ടീഷൻ ഉണ്ടാവും കേട്ടോ. അന്നേരം ഇനിയിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ കാടേനെ ഒരെണ്ണത്തിനെ
കീരി കൊണ്ടുപോയി കേട്ടോ. ഒരു കാടേ ഉള്ളൂ, 2 കാട ഉണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അന്നേരം ഒരെണ്ണത്തിന് കീരി കൊണ്ടുപോയി. ഒരെണ്ണം എന്തോ ഒരു അതിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ടൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയതാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റേനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഓടിപ്പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും കീരീൻ്റെ വായിലായിപ്പോയി. ഒരെണ്ണത്തിന് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷിച്ചെടുത്തു. 4-5 കീരികൾ ഒന്നിച്ചാണ് കേട്ടോ വന്ന് വല മുറിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് കേട്ടോ ഞങ്ങളെ കാടേനെ എടുത്തിട്ട് പോയത്. അന്നേരം കാടപ്പം 2 മുട്ടട്ടു കേട്ടോ. 2 ദിവസം മുട്ടട്ടു, 2 മുട്ടൻ്റെ അരിതാണ്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞില്ല, ബീഫ് പൊരിച്ചെടുത്തൊരു പ്രതീതി ഉണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അവരെല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അമൃതം പൊടി എളുപ്പമാണ്. അമൃതം പൊടിയും പഴം ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. അന്നേരം ചക്കര സ്കൂളിലൊന്ന് നേരെ കൈ കഴുകി അടുക്കളയിലേക്കാണ് വന്നേക്കുന്നത്. കപ്പളങ്ങ ഉണ്ടായിരുന്നു അമ്മ രാവിലെ കൊണ്ടുത്തുന്നത്. അത് അവൾ ആദ്യം കഴിച്ചു എന്നിട്ടാണ് കുളിക്കാൻ പോയത്. കുഞ്ഞാപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉറങ്ങി എണീറ്റു. അത് അവൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നേരെ പരീക്ഷേൻ്റെ പേപ്പറൊക്കെ ഓരോന്നോരോന്ന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണ്. കാര്യമായിട്ടുള്ള ചർച്ചകളാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല ചർച്ചകളായിരിക്കും, പേപ്പർ കിട്ടുന്ന ചർച്ച കേട്ടോ. ഇപ്പോൾ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരും. ചക്കര നേരെ ഞാൻ കാടേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോയി നോക്കുകയാണ്, ഇതിലേ വന്നു എന്നൊക്കെ നോക്കുന്നുണ്ട്. ഒരു ചായ ഇത് അവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പൊന്നുകുട്ടി ഇപ്പോൾ വരും. പൊന്നുകുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ചായ കുടിയായി. ഇനിയിപ്പോൾ സ്കൂളിൽ പരിപാടി ആയതുകൊണ്ട് പൊന്നുകുട്ടി ഇപ്പോൾ ലേശം നേരം വൈകിട്ടാണ് വരുന്നത്. അവളെ ഈ പേപ്പർ കിട്ടിയ കഥ പറയുന്നുണ്ട്. അമ്മ 10 റുപ്യ മുട്ടായി മേടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുട്ടായൊക്കെ മേടിച്ച് കുഞ്ഞാപ്പൂനും കൊണ്ട് കൊടുത്ത് തിന്നെയാണ്. അന്നേരം നമ്മളെ വീഡിയോ ഇന്നലെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.